ചേച്ചി, കഴിഞ്ഞ ദിവസത്തെ വാർത്ത ശ്രദ്ധിച്ചായിരുന്നോ? ആൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമത്തെ പറ്റിയുള്ള വാർത്തകൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ? നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ആൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം. പലപ്പോഴും നമ്മളിത് ചർച്ച ചെയ്യപ്പെടാറില്ല. ബിക്കോസ് ആർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. കാരണം പീഡനം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് പെൺകുട്ടികളോട് തോന്നുന്ന അല്ലെങ്കിൽ പെൺകുട്ടികൾക്കുണ്ടാകുന്നൊരു പീഡനത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ പലപ്പോഴും ആൺകുട്ടികളും ഇത്തരത്തിൽ ചൂഷണത്തിന് ഇരയാകുന്നുണ്ട്. പലപ്പോഴും ഈ ബാലലൈംഗിക പീഡനങ്ങൾ ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം എന്ന രീതിയിലാണ് നടന്നു പോകുന്നത്. അതായത് ഈ ഒരു ഒന്നാം ഘട്ടം എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങളെ ഈ പറയുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക, അവർക്ക് ഒരുപാട് സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക, സ്വീറ്റ്സ് മേടിച്ചു കൊടുക്കുക, അങ്ങനെ അവരുമായിട്ട് നല്ലൊരു അടുപ്പം അവർ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യും. ഇനി ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട്, അതായത് കുഞ്ഞുങ്ങളെ സ്പർശിക്കുക, കുഞ്ഞുങ്ങളോട് മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പറയുക, ചില അശ്ലീല വീഡിയോകൾ കാണിക്കുക, അല്ലെങ്കിൽ ഫോട്ടോസൊക്കെ കാണിക്കുക, ഇങ്ങനെയൊക്കെ കാണിച്ചു തുടങ്ങുന്നു. ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞുങ്ങളിത് വീട്ടിൽ പറഞ്ഞില്ല, അല്ലെങ്കിൽ പാരൻസ് ഇത് മനസ്സിലാക്കിയില്ല എന്ന് തോന്നുമ്പോഴാണ് ഇവർ മൂന്നാം ഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് കുഞ്ഞുങ്ങളോട് വളരെയധികം മോശമായിട്ട് പെരുമാറുക, കുഞ്ഞുങ്ങളുടെ പ്രൈവറ്റ് പാർട്സിൽ തൊടുക, കുഞ്ഞുങ്ങളെ മോശമായിട്ട് ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു മൂന്നാം ഘട്ടത്തിൽ നടന്നു വരികയാണ്. ഇനി ഒരു നാലാം ഘട്ടവും അഞ്ചാം ഘട്ടവും ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഇക്കാര്യങ്ങൾ തിരിച്ചറിയുന്നത്. അതുവരെ പാരൻസ് ഒന്നും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ പാരൻസ് അറിഞ്ഞിട്ടും പ്രതികരിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇവർ നിരന്തരം കുട്ടികളെ ഉപദ്രവിക്കുകയും കുട്ടികളോട് കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന് പറയുകയും അല്ലെങ്കിൽ പുറത്തറിഞ്ഞാൽ കൊന്നുകളയുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു, അവർ പുറത്ത് പറയാനായിട്ടുള്ള ആ ഒരു മടി കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്നു. ഇത്തരം കുട്ടികളിൽ, അതായത് ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുള്ള കുട്ടികളിൽ കുറച്ച് സിംറ്റംസ് കാണാറുണ്ട്. കിടക്കയിൽ മൂത്രമൊഴിക്കുക, പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള വയറിളക്കം, അതുപോലെ തന്നെ കുട്ടികൾക്ക് മറ്റാരെങ്കിലുമൊക്കെ, അതായത് മുതിർന്നവരെയൊക്കെ കാണുമ്പോൾ ഒരു ഭയം, അതോടൊപ്പം തന്നെ സ്കൂളിൽ പോകാതിരിക്കുക, പിന്നീട് കുട്ടികളുടെ ലൈംഗിക അവയവങ്ങളെ ഉത്തേജിപ്പിക്കുക, അതോടൊപ്പം തന്നെ മറ്റു കുട്ടികളിലും അല്ലെങ്കിൽ മറ്റുള്ളവരോടും ഇത്തരത്തിൽ ലൈംഗികമായിട്ട് പെരുമാറുക, ഇതൊക്കെ ഇത്തരം കുട്ടികളിൽ നമ്മൾ കണ്ടുവരുന്നൊരു സിംറ്റംസാണ്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങൾ കാണുമ്പോൾ, അതായത് പഴം, തൈര് തുടങ്ങിയവയൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വെറുപ്പ്, പിന്നെ പെട്ടെന്ന് പഠനത്തിൽ പിന്നോക്കം പോവുക, അമിതമായിട്ടുള്ള ദേഷ്യം, വാശി, പിന്നെ ഒറ്റയ്ക്കിരിക്കാൻ തോന്നുക, കൂടാതെ നമ്മുടെ തൊണ്ടയിലോ അല്ലെങ്കിൽ മൂത്രാശയത്തിലോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന അണുബാധ, നെഞ്ചെടുപ്പ്, അമിതമായിട്ടുള്ള ശ്വാസതടസ്സം, അതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഭയം, ഇതൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതിക്രമത്തിൽ ഏർപ്പെടുന്ന കുട്ടികൾക്ക് സ്വഭാവത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാകാം. കുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് മോശമായിട്ടുള്ള ലൈംഗിക അനുഭവമാണെങ്കിൽ കുട്ടിക്ക് ലൈംഗികതയോട് വെറുപ്പ് മാത്രമേ ഉണ്ടാകൂ. ആഹ്ലാദകരമായിട്ടുള്ളൊരു ലൈംഗിക അനുഭവം അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തി കൂട്ടുകയും ഒപ്പം സ്വവർഗപ്രേമം, അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ലൈംഗിക വൈകല്യങ്ങൾ തുടങ്ങിയവയിലേക്കും കുഞ്ഞിനെ നയിക്കാം. ഇനി എനിക്ക് പറയാനുള്ളത് പാരൻസിനോടാണ്. അതായത് നമ്മുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും സ്പർശിക്കുകയോ അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ നോ പറഞ്ഞ് മാറാനുള്ള ധൈര്യം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഗുഡ് ടച്ച്, ബാഡ് ടച്ച് തുടങ്ങിയ കാര്യങ്ങൾ നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. ഒപ്പം മുതിർന്നവരോടോ അല്ലെങ്കിൽ അയൽപക്കത്തോ ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ആക്കുമ്പോൾ ഒരു ശ്രദ്ധ നല്ല രീതിയിൽ നമ്മൾ കൊടുക്കുക. കുളി, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ സ്വയം പര്യാപ്തരാക്കുക. ഒപ്പം മുതിർന്നവരുടെ മുന്നിൽ, അതായത് മുതിർന്നവർ കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹപ്രകടനവും അതുപോലെ തന്നെ ലൈംഗിക ചേഷ്ടകളും ഒന്നും തന്നെ കാണിക്കാതിരിക്കുക.